السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, ഏറെ ശ്രേഷ്ഠകരമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം ഏവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ പവിത്രമായ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നാം നിർവഹിക്കുന്ന ആരാധനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ വളരെ കൂടുതൽ കാലമായി പ്രവാസ ജീവിതം ആരംഭിച്ചവരുണ്ടാവാം. ഈ അടുത്ത കാലങ്ങളിലായി പ്രവാസ ലോകത്തേക്ക് വന്നവരുണ്ടാവാം. നമ്മുടെ കൂട്ടത്തിൽ കുടുംബജീവിതം നയിക്കുന്നവരാണ്, അഥവാ ഭാര്യയും മക്കളുമൊക്കെയായി കുടുംബജീവിതം നയിക്കുന്നവരാണ് ഈ ഇരിക്കുന്നവരിൽ അധികം ആളുകൾ. എന്നാൽ കുറച്ചൊക്കെ ബാച്ചിലേഴ്സും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രിയമുള്ളവരെ, എന്തിനാണ് നാം നമ്മുടെ നാടും വീടും കുടുംബവും നാട്ടുകാരെയും മാതാപിതാക്കളെയും ഒക്കെ നാട്ടിൽ ആക്കിക്കൊണ്ട് ഇങ്ങോട്ട് യാത്ര തിരിച്ചത്? അതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമ്മുടെ കുടുംബജീവിതം ധന്യമാകണം, മാതാപിതാക്കളുടെ ചികിത്സയും കുടുംബം നിത്യം കഴിഞ്ഞു പോകേണ്ടതിനുള്ള വകയും തേടിക്കൊണ്ടാണ് നാം ഇങ്ങോട്ട് യാത്ര തിരിച്ചിട്ടുള്ളത്. നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അന്നാന്നത്തെ ഭക്ഷണം, അതുപോലെ തന്നെ ചികിത്സാ ചെലവ്, മക്കളുടെ പഠനം, മാതാപിതാക്കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന്, ഇങ്ങനെ തുടങ്ങി നിത്യജീവിതത്തിൻ്റെ ഭാഗമായി വരുന്ന ചെലവുകളിലേക്ക് പണം തികയാതെ വരുമ്പോൾ എന്തുണ്ട് മാർഗം എന്നന്വേഷിച്ചിടത്തുനിന്നാണ് പരിഹാരമായി പ്രവാസ ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഈ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. എന്നാലും അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും അവധാനതയോടുകൂടി നമ്മൾ ഇവിടെ പ്രയാസം അനുഭവിച്ച് ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, ആ കുടുംബത്തെയും കൂട്ടി നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ ഈ ദുനിയാവിൽ സന്തോഷത്തോടെ, ഭാര്യയോട് സ്നേഹത്തോടെ, മക്കളോട് കാരുണ്യത്തോടുകൂടെ, മാതാപിതാക്കളോട് കാരുണ്യത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന നമ്മൾ നാളെ പരലോകത്തും അങ്ങനെ കുടുംബമായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിക്കുമോ എന്ന ചിന്ത
നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ഭാര്യയും മക്കളും നാട്ടിലാണ്, ഒരുപക്ഷെ ഇവിടെ കുടുംബത്തോടെ കൂടി കഴിയുന്നവരുണ്ടാകും. എന്നാലും ഞാൻ ചോദിക്കട്ടെ, പ്രായമായി വരുന്ന പെൺകുട്ടികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആ പിതാവിൻ്റെ മനസ്സിലുള്ള ആശങ്ക, എൻ്റെ മോള് വലുതായാൽ അവളെ ഞാൻ ആരുടെ കൈകളിലേക്ക് നീട്ടിക്കൊടുക്കും, ആരുടെ കൈകളിൽ അവളെ ഏൽപ്പിക്കും എന്നതായിരിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കി, നമ്മളൊക്കെ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൈകളിലേക്ക് ഒരു പെൺകുട്ടിയെ ഏൽപ്പിച്ചു തന്ന പിതാവിൻ്റെ അതേ മനോനില തന്നെയാണ് ഇന്ന് നമ്മളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? നോക്കി നിങ്ങൾ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു പിതാവിൻ്റെ കൈ നമ്മുടെ കയ്യിലേക്ക് വെച്ച് തന്ന് അദ്ദേഹത്തിൻ്റെ മകളെ നമ്മിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആശങ്ക, അദ്ദേഹത്തിൻ്റെ ബേജാറ് ഇന്ന് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ വളർന്നു വരുന്ന ഓരോ പിതാവിൻ്റെ മനസ്സിലുമുണ്ട്. എങ്ങനെയാണ് നമ്മളൊക്കെ കുടുംബജീവിതം ആരംഭിച്ചത്? നിക്കാഹ് ഖുതുബയിൽ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ആയത്താണ് വമിൻ ആയാത്തിഹി. റബ്ബ് സുബ്ഹാനഹു വ തആല വിവാഹത്തെക്കുറിച്ച് കൃത്യമായ ധാരണ, അറിയിപ്പ് നൽകുകയാണ് ഓരോ വിശ്വാസിക്കും. എന്താ റഹ്മാനായ റബ്ബ് പറയുന്നത്? വമിൻ ആയാത്തിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ. നിങ്ങൾക്ക് സമാധാനപൂർവ്വം ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടി, ഒത്തുചേരേണ്ടതിനായി നിങ്ങളിൽ നിന്ന് തന്നെയുള്ള നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കുകയും, അഥവാ മനുഷ്യരിൽ നിന്ന് തന്നെ ആണിന് പെണ്ണിനെ ഇണയായി റഹ്മാനായ റബ്ബ് നൽകി. അതെന്തിനു വേണ്ടിയാണ്? ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്കിടയിൽ സ്നേഹത്തോടു കൂടി കഴിയാൻ വേണ്ടിയാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാകണം. രണ്ട് ധ്രുവങ്ങളിൽ കഴിഞ്ഞിരുന്ന ആണും പെണ്ണും അതിനു മുമ്പ് പരസ്പരം കണ്ടിട്ടില്ല, പരിചയമില്ല, വീട്ടുപേരറിയില്ല, തറവാടിനെ കുറിച്ചറിയില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവർ രണ്ടുപേരും, എത്രയോ അകലത്തിലുള്ള രണ്ടാളുകൾ, പരസ്പരം അറിയാത്ത ആളുകൾ, അഗൈധവമായ ഗാഢമായ ഒരു ബന്ധത്തിലേക്ക് വരികയാണ്. അവിടെ ആ രണ്ടു പേർക്കിടയിൽ സ്നേഹം നൽകിയത്, കാരുണ്യം നൽകിയത്, അവരുടെ മനസ്സുകളെ ഒന്നാക്കി ചേർത്തവൻ ആരാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുകയാണ്. ഓക്കെ നിങ്ങൾ, അപ്പം എന്തിനാണ് നാം വിവാഹം കഴിച്ചത്? എന്തിനാണ് നമുക്കൊരു ഇണയെ അള്ളാഹു നിശ്ചയിച്ചു തന്നത്? സ്നേഹത്തോടു കൂടി, കാരുണ്യത്തോടു കൂടി കുടുംബജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ സ്നേഹിച്ചോ? ഭാര്യമാരോട് കാരുണ്യം കാണിച്ചോ? ഒരു നല്ല വാക്കു പറയാൻ നമുക്ക് സാധിച്ചോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്താ? ആരാണ് ഉത്തമൻ എന്ന് പറയുന്നിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം, വഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളിലെ സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. സ്വന്തം ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ഏറ്റവും നല്ലവൻ. ഒരു പക്ഷേ നമ്മുടെ മാനേജറുടെ അടുത്ത്, സൂപ്പർവൈസറുടെ അടുത്ത്, കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ അടുത്ത്, കൂട്ടുകാരോടൊത്ത്, അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ അഭിസംബോധന ചെയ്യുമ്പോൾ, അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, സംസാരിക്കുമ്പോൾ, പെരുമാറുമ്പോൾ ഏറ്റവും മാന്യമായ നിലക്ക് നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കും. പക്ഷേ നമ്മുടെ ഭാര്യമാരോട് നമ്മളെക്കുറിച്ച് ചോദിച്ചാൽ എന്തായിരിക്കും ഭാര്യമാരുടെ അഭിപ്രായം? അയാളെക്കുറിച്ചപ്പം നിങ്ങൾ പറയണത് എന്നാണ് നമ്മളെക്കുറിച്ച് അഭിപ്രായമെങ്കിൽ നമ്മൾ മോശക്കാരാണ് എന്നർത്ഥം. മറ്റുള്ളവരോട് പെരുമാറുന്നതിനേക്കാൾ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് നമ്മൾ നമ്മുടെ ഭാര്യമാരോടാണ്. പ്രിയമുള്ളവരെ, എന്തെല്ലാം ത്യാഗമാണ് നമ്മുടെ ഭാര്യമാർ സഹിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് പറക്കുമ്പോൾ നമ്മുടെ ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും വീട്ടിൽ തനിച്ചാക്കി പോരുമ്പോൾ എന്തെല്ലാം ഉത്തരവാദിത്വങ്ങളാണ് ഒരു പ്രവാസിയുടെ ഭാര്യ ഏറ്റെടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. വെറുതെ ഇരിക്കുമ്പോൾ, ഒരുപാട് മനക്കോട്ടകൾ കിട്ടുമ്പോൾ ഒരു വീണ്ടും വിചാരം സ്വന്തത്തെക്കുറിച്ചും സ്വന്തക്കാരെ കുറിച്ചുമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം.
പ്രിയമുള്ളവരെ, നമ്മുടെ ഭാര്യ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലെ എണ്ണമറ്റ ജോലികൾ, എത്രയെത്ര ജോലികൾ അവൾ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്നുണ്ട്. അതിനു പുറമെ സ്കൂൾ കുട്ടികൾ ഉണ്ടെങ്കിൽ, സ്കൂളിലേക്ക് പോകുന്ന പ്രായമായ കുട്ടികളുണ്ടെങ്കിൽ അവരെ കുളിപ്പിച്ചു മാറ്റി അണിയിച്ചൊരുക്കി അവർക്ക് വേണ്ട ടൈം ടേബിൾ നോക്കി പുസ്തകം ബാഗിലാക്കി അവർക്ക് ഉച്ചക്ക് വേണ്ട ഭക്ഷണം പാകം ചെയ്ത് പാത്രത്തിലാക്കി വെള്ളം വരെ അവർക്ക് കയ്യിൽ വെച്ചു കൊടുത്ത്, ഒരു പക്ഷേ വണ്ടിയിൽ കൊണ്ടുപോയി ആക്കേണ്ടി വന്നാൽ അതുവരെ ചെയ്യുന്ന ഭാര്യമാർ. പിന്നെയോ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ അവൾ ഒരു ഒഴിവ് സമയം നോക്കി പുറത്തുപോയി പച്ചക്കറിയാകട്ടെ, പലചരക്ക് സാധനങ്ങളാകട്ടെ, അല്ലാത്തതാകട്ടെ, നമ്മൾ അയച്ചു കൊടുക്കുന്ന പണം കൃത്യമായി വിഹിതം വെച്ച് ഓരോ ദിവസത്തിനും ചെലവ് എത്ര വരുമെന്ന് കണക്കാക്കി കൃത്യമായി നമ്മളെക്കാൾ നല്ലൊരു അക്കൗണ്ടൻ്റായി വീട്ടിൽ അവൾ പണിയെടുക്കുന്നു. ഇവിടെ അക്കൗണ്ടിൻ്റെ ജോലി ചെയ്യുന്നവരുണ്ടാകും, കണക്കും കാര്യങ്ങളുമൊക്കെ സോഫ്റ്റ്വെയർ വെച്ച് ചെയ്യുന്നവരുണ്ടാകും. പക്ഷേ ഇതൊന്നുമില്ലാതെ, സോഫ്റ്റ്വെയർ ഇല്ലാതെ, കാൽക്കുലേറ്റർ ഇല്ലാതെ, കണക്ക് കൂട്ടാതെ വളരെ കൃത്യമായി ഓരോ ദിവസത്തിനും എത്ര ചെലവ് വരുമെന്ന അളന്ന് മുറിച്ച് കണക്കാക്കി നിത്യവും വീട്ടിലേക്ക് സാധന സാമഗ്രികൾ വാങ്ങുന്നവർ. ഇനി മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്കോ അസുഖം ബാധിച്ചാൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാനും അവർ തന്നെ മുന്നിലിറങ്ങണം. അതിനു പുറമെ മക്കളുടേതോ അല്ലെങ്കിൽ നമ്മുടേതോ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചു പറയുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളോ ശരിയാക്കാൻ ഓഫീസുകളിൽ രേഖകൾ തയ്യാറാക്കാനും അവർ തന്നെ പോവണം. അഥവാ പറഞ്ഞു വന്നത്, ഒരു വീട്ടിൽ ഒരു കുടുംബനാഥൻ, ഒരു പുരുഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ആ പുരുഷൻ ഇങ്ങോട്ട് പോരുന്നതോടുകൂടി, പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നതോടുകൂടി ആ വീട്ടിലെ പെണ്ണ് അതല്ലെങ്കിൽ അവൻ്റെ ഭാര്യ അത് മുഴുവൻ ഏറ്റെടുക്കേണ്ടി വരികയാണ്. എന്നിട്ടോ അവസാനം ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ആളുകൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ ആളുകളുണ്ട്. എന്നിട്ട് അവസാനം ലഭിക്കുന്നതോ നാളെ പരലോകത്ത് നരകമാണെങ്കിലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഭർത്താവിനും ഭാര്യയ്ക്കും ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ച്, ഭർത്താവ് പ്രവാസ ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, ഭാര്യ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അഭിമുഖീകരിച്ച് ജീവിക്കുന്നു. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് നാളെ ഈ ഭാര്യയും ഭർത്താവും അവരുടെ മക്കളൊക്കെ പരലോകത്തെത്തുമ്പോൾ നരകത്തിലാണെങ്കിൽ എന്തൊരു ദുഃഖമായിരിക്കും പ്രിയമുള്ളവരെ, എന്തൊരു പ്രയാസമായിരിക്കും അത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം, ഈ ദുനിയാവിലെ ജീവിതം നമുക്ക് പരലോകത്ത് സ്വർഗം ലഭിക്കുമോ എന്നതിനെക്കുറിച്ചൊരു വീണ്ടും വിചാരം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം. നമ്മുടെ ഭാര്യയൊത്ത്, നമ്മുടെ മക്കളൊത്ത് നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയണം. ഇവിടെ നമ്മൾ നിക്കാഹ് കഴിച്ച പെണ്ണ് തന്നെ ആയിരിക്കണം നാളെ പരലോകത്തും നമ്മുടെ ഇണ. കേവലം ഈ ദുനിയാവിൽ നമ്മുടെ വികാരങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി നമ്മുടെ മാതാപിതാക്കളൊക്കെ കണ്ടെത്തി, കുടുംബക്കാരൊക്കെ കണ്ടെത്തി നമ്മിലേക്ക് ഏൽപ്പിച്ചു തന്ന ഒരുത്തിയല്ല നമ്മുടെ ഭാര്യ. അതിനപ്പുറത്ത് നമ്മുടെ കൂടെ ഇവിടെ ഇണയായി, തുണയായി, നമ്മുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കാളിയായി ജീവിക്കുന്ന അവൾ നാളെ പരലോകത്ത് സ്വർഗത്തിലും നമുക്ക് ഇണയാണ്. അങ്ങനെ ആയിരിക്കണം ജീവിതം. അതിനൊന്നാമതായി വേണ്ടത് ഭാര്യയ്ക്കും ഭർത്താവിനും തൗഹീദ് ഉണ്ടായിരിക്കണം. തൗഹീദുള്ളവർക്കേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിച്ചും അവനോട് മാത്രം പ്രാർത്ഥിച്ചും ജീവിച്ചാൽ മാത്രമേ പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ പ്രവാസ ലോകത്തേക്ക് വന്നപ്പോൾ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പേറി ഈ നാട്ടിലെത്തിയവരുണ്ടാകും. ഇവിടെ എത്തിയപ്പോൾ ഇവിടെയുള്ള ജീവിത രീതികൾ കണ്ട്, ഇവിടെയുള്ള വിശ്വാസാചാരങ്ങൾ കണ്ട്, നാട്ടിൽ ഞാൻ വിശ്വസിച്ചിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തെറ്റാണല്ലോ റബ്ബേ എന്ന് മനസ്സിലാക്കി പശ്ചാത്തപിച്ച് ശുദ്ധമായ തൗഹീദിലേക്ക് മടങ്ങിയ ആളുകളുണ്ടാകും. പക്ഷേ അവരുടെയൊക്കെ വീട്ടുകാർ ഇന്നും നാട്ടിൽ അന്ധവിശ്വാസവും
അനാചാരങ്ങളും പേറിക്കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് എങ്കിൽ നാളെ പരലോകത്ത് ഭർത്താവ് സ്വർഗത്തിലും ഭാര്യ നരകത്തിലും പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതൊരിക്കലും ഉണ്ടായിക്കൂടാ. ആദമും ഹവ്വയും ഇറങ്ങിപ്പോന്ന ആ സ്വർഗത്തിലേക്ക് തിരിച്ചു കയറാൻ നമുക്ക് സാധിക്കണം കുടുംബത്തോടുകൂടി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിരുവരെയും സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ അള്ളാഹു പറഞ്ഞത് ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ, നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ, എന്നിൽ നിന്ന് നിങ്ങൾക്ക് സന്മാർഗം വരും. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അപ്പോൾ ആര് ആ സന്മാർഗത്തെ പിന്തുടരുന്നുവോ അവന് ഭയപ്പെടേണ്ടതില്ല, അവൻ ദുഃഖിക്കേണ്ടി വരികയുമില്ല. ഏതാണ് ആ സന്മാർഗം? അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി ഇറക്കിയ സന്മാർഗം ഏതാണ്? അത് ശുദ്ധമായ തൗഹീദാണ്, ഏകദൈവ വിശ്വാസമാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കലാണ്. അതിനപ്പുറത്തേക്ക് അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കുകയോ ആരാധിക്കാനോ സത്യം ചെയ്യാനോ നേർച്ച ബലി അർപ്പിക്കാനോ പാടില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ തൗഹീദ് എന്ന് പറയുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതാണ്. അതല്ലാത്ത വഴിക്കാണ് ജീവിക്കുന്നതെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവന് സ്വർഗം അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ, അവൻ്റെ സങ്കേതം നരകമാണ്. അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് ജീവിക്കുന്നവന് സ്വർഗം നിഷിദ്ധമാണ്, അവന് നരകമാണ് ലഭിക്കുക. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത്, പ്രവാചകരെ, താങ്കൾക്ക് മുമ്പുള്ളവർക്ക് വഹ്യ് നൽകപ്പെട്ടതുപോലെ താങ്കൾക്കും ഇതാ വഹ്യ് നൽകിയിരിക്കുന്നു. എന്താണ്? ലൈൻ അശ്റക്ത, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ, അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ലയഹ്ബത്തന്ന അമലുക്, താങ്കളുടെ കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. നോക്കി നിങ്ങൾ, അപ്പൊ ഒന്നാമതായി വേണ്ടത് തൗഹീദാണ്. അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ ആരാധിക്കുന്ന, അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുന്ന, അള്ളാഹുവിലേക്ക് ബലിയർപ്പിക്കുന്ന ആളുകളായി, വിശ്വാസികളായി നമ്മൾ മാറണം. നമ്മൾ ആ വിശ്വാസം സ്വീകരിച്ചവരാണോ എങ്കിൽ നമ്മുടെ ഭാര്യയും ആ വിശ്വാസത്തിലുള്ളവളാവണം, നമ്മുടെ മക്കളും ആ വിശ്വാസത്തിലായിരിക്കണം വളരേണ്ടത്. ഇത് ശരിയായാൽ നമുക്ക് തൗഹീദ് കിട്ടി, നമ്മുടെ ഭാര്യയ്ക്ക് കിട്ടി, നമ്മുടെ മക്കൾക്കും കിട്ടി. ശുദ്ധമായ തൗഹീദിൽ, ഏകദൈവ വിശ്വാസത്തിൽ വളർന്നു വരുന്ന, ജീവിക്കുന്ന ഒരു കുടുംബമായി മാറി എന്ന പിന്നെ എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും. കാരണം എന്താ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട്, പ്രവാചകൻ ഞങ്ങളോട് വന്നിട്ട് മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് എങ്കിൽ ഒരാളെയും കിട്ടൂല ഇസ്ലാമിലേക്ക്, ഒരാളും ഇസ്ലാമിലേക്ക് കിട്ടൂല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് ആദ്യമായി ജനതയോട് പറഞ്ഞത് എന്താ? ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ഒരാളുമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണം എന്നതാണ്. അത് പ്രഖ്യാപിക്കണം നിങ്ങൾ എന്നതാണ്. അത് പ്രഖ്യാപിച്ചപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ ശരിയായി. പിന്നെ അവർ മദ്യപിച്ചിരുന്നവർ മദ്യപാനം ഒഴിവാക്കി, വ്യഭിചരിച്ചിരുന്നവർ വ്യഭിചാരം ഒഴിവാക്കി, ചൂതാട്ടം നടത്തിയിരുന്നവർ അതൊഴിവാക്കി, വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്നവർ യുദ്ധം ഒഴിവാക്കി, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടു നടന്നിരുന്ന പല തിന്മകളും അവർ ഒഴിവാക്കി. എന്തേ കാരണം? അവർ ശുദ്ധമായ തൗഹീദിൻ്റെ വക്താക്കളായി മാറി. അപ്പോൾ അവരുടെ ജീവിതം അടിമുടി മാറി. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും മാറ്റത്തിന് നിദാനമാകേണ്ടത്. തൗഹീദുള്ള കുടുംബമാണോ അവിടുന്ന് അങ്ങോട്ട് മാറിത്തുടങ്ങും. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, കഷ്ടപ്പാടുകൾ വരുമ്പോൾ നമ്മൾ ആശ്രയിക്കേണ്ടത് റബ്ബിനെയാണ്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് റബ്ബിനോടാണ്. കാരണം റബ്ബാണ് രോഗം നൽകിയത്, റബ്ബിനെ അതിന് ശിഫയും നൽകാൻ സാധിക്കുകയുള്ളൂ.
റബ്ബാണ് നമുക്കൊരു പ്രയാസം മുന്നിൽ തന്നത്. ആ റബ്ബിനെ ആ പ്രയാസം നീക്കാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക. അതല്ലേ നമ്മൾ ഫാത്തിഹയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. റബ്ബേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ. എന്നിട്ട് പിന്നെ അത് തെറ്റിക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മളും നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളുമൊക്കെ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ച് ജീവിച്ച് അള്ളാഹുവിന് ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ച് ജീവിക്കുന്ന ഒരു മുവഹിദായി, ഏകദൈവ വിശ്വാസിയായി, ഒരു മുത്തഖിയായി ജീവിക്കണം. എങ്കിൽ സന്തോഷത്തോടു കൂടി നാളെ റബ്ബിനെ കണ്ടുമുട്ടാനും കുടുംബത്തോടെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനും സാധിക്കും. റഹ്മാനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏതേതു പ്രയാസങ്ങൾ വരുമ്പോഴും എന്തെന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് റബ്ബിനോടാണ്. കാരണം റബ്ബാണ് ഉത്തരം നൽകുന്നവൻ. അതൊരു ജാറത്തിൻ്റെ അടുത്ത് ചെന്ന് ആ ജാറത്തിലുള്ള ആളോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അയാൾ അത് കേൾക്ക പോലുമില്ല. ഇനി കേട്ടാൽ തന്നെ ഉത്തരം തരൂലെന്നാ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. എന്നാൽ അള്ളാഹുവോ അവനാണ് ഉത്തരം നൽകുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാല റബ്ബുദുഊനി വഖാല റബ്ബുക്കും ഉദൂനി. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ, അസ്തജീബു ലക്കും, എങ്കിൽ ഞാൻ അവന് ഉത്തരം നൽകുന്നതാണ്. അപ്പോൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ അള്ളാഹുവിനോട് പറയണം, അള്ളാഹുവിലേക്ക് മടക്കുക, എങ്കിൽ അള്ളാഹു അതിന് ഉത്തരം നൽകും. നിങ്ങൾ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിച്ചു നോക്കി. നമ്മളെ മുമ്പിൽ ഉണ്ടായ ഒരു പ്രതിസന്ധി, പ്രയാസം, റബ്ബേ എൻ്റെ ഈ പ്രയാസം എനിക്ക് നീ നീക്കിത്തരണേ എന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിച്ചു നോക്കി നിങ്ങൾ. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലായിരിക്കും നമുക്കതിന് മറുപടി ലഭിക്കുക, നമുക്കതിന് ഉത്തരം ലഭിക്കുക. അങ്ങനെ നമ്മളെ സഹായിക്കാൻ കഴിവുള്ളവൻ അല്ലാഹ് മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു വിശ്വാസം, യഥാർത്ഥമായ വിശ്വാസം, തൗഹീദിൻ്റെ വിശ്വാസം നമ്മിലുണ്ടോ എങ്കിൽ ബാക്കിയൊക്കെ ശരിയാകും. തൗഹീദ് കിട്ടിയാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? നിസ്കാരത്തിൻ്റെ കാര്യമാണ്. നിസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. കാരണം വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. ഇന്ന സ്വലാത്ത്, തീർച്ചയായും നമസ്കാരം, കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, അത് സത്യവിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ട ഒരു നിർബന്ധ ബാധ്യതയാണ്. നിസ്കാരം എന്നുള്ളത് ഒരു വിശ്വാസിയാണോ ഒരു മുസ്ലിമാണോ അത് ഒഴിച്ചുകൂടാൻ പറ്റൂല. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ പോയി നിസ്കരിക്കുക, അല്ലെങ്കിൽ നിസ്കാരക്കാരൊപ്പം കൂടുമ്പോൾ നിസ്കരിക്കുക. അങ്ങനെ ആയിക്കൂടാ. ഒരാൾ മുസ്ലിമാണോ അയാൾ 5 നേരം നിസ്കരിച്ചിരിക്കണം എന്നുള്ളതാണ്. നാട്ടിലൊക്കെ നിസ്കരിച്ചിരുന്നു, പള്ളിക്കൊക്കെ പോയിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ജോലിയായി, 10, 12, 13 മണിക്കൂർ ജോലിയാണ്. നിസ്കാരത്തിന് പോകാൻ തന്നെ സമയമില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ തന്നെ സമയമില്ല, പിന്നല്ല നിസ്കാരം എന്നുള്ള ചിന്തയാണ്. ആകെ 3 മണിക്കൂറാ റെസ്റ്റ് കിട്ടുക. എപ്പോഴാണ് പിന്നെ ഉറങ്ങുക? അപ്പോൾ ഉറക്കം, നിസ്കാരമല്ല. അങ്ങനെ ഉരുകി ജീവിച്ചാൽ മാസം മാസം സാലറി ഇങ്ങനെ എണ്ണി വാങ്ങി നാട്ടിലേക്ക് ഇങ്ങനെ റിയാൽ രൂപയിലേക്ക് മാറ്റി അയക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടാവും എന്നല്ലാതെ പരലോകത്തൊരു സന്തോഷം ഉണ്ടാവില്ല. പ്രിയമുള്ളവരെ, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ വേണം. മുശ്രിക്കും മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം, ഒരു മുസ്ലിമും മുസ്ലിം അല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്താ? അള്ളാഹു റസൂൽ പറഞ്ഞത് നിസ്കാരം എന്നാ. അപ്പം നിസ്കരിക്കുന്നവനാണ് മുസ്ലിം, നിസ്കരിക്കാത്തവൻ മുസ്ലിമാണെന്ന് പറഞ്ഞുകൂടാന്ന്. ഇവിടെ വരുമ്പോൾ നിസ്കാരമൊക്കെ മറന്ന് റൂമിലിങ്ങനെ കഴിച്ചു കൂട്ടുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് നഷ്ടമായിരിക്കും. നാട്ടിൽ ചെല്ലുമ്പോൾ കൃത്യമായി മഹല്ലിൽ എത്തുന്നുണ്ട്, പള്ളിയിൽ എത്തുന്നുണ്ട്, നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇവിടെ എത്തുമ്പോൾ മാത്രം അത് മാറ്റിവെക്കുക, അത് പാടില്ല. അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കണം, നമ്മുടെ മക്കൾ നിസ്കരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും വേണം. ഭാര്യ നിസ്കരിക്കുന്നവളായിരിക്കണം, മക്കളും നിസ്കരിക്കുന്നവരായിരിക്കണം. അതിന് മക്കൾ നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ നിസ്കരിക്കുന്നത് മക്കൾ കാണണം, എങ്കിലേ മക്കളിലും ആ ശീലമുണ്ടാവുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ തുടർച്ചയായിട്ടുണ്ടാവും. താൽക്കാലികമായി സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എങ്ങനെ സാധ്യമാകും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സംസാരം ആരംഭിച്ചത്. അത് പരിപൂർണമാക്കാൻ സാധിച്ചിട്ടില്ല, തുടക്കം മാത്രമാണ് ഇവിടെ നമ്മൾ കേട്ടത്. ഇൻഷാ അല്ലാഹ് നാളെ റഹ്മാനായ റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി ഭാഗം പൂർത്തീകരിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഭാര്യയുമായി, മക്കളുമായി, മാതാപിതാക്കളുമായി ഉള്ള നമ്മുടെ കൂട്ടുകുടുംബ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് മേഖലകളുണ്ട്. വലിയ അപകടങ്ങളും ഭീഷണികളും വന്നുകൊണ്ടിരിക്കുന്ന, വലിയ ഖേദത്തിന് കാരണമായി കൊണ്ടിരിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ റഹ്മാനായ റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നാളെ പരലോകത്ത് നമുക്ക് കുടുംബത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. റഹ്മാനായ റബ്ബ് അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.